കോൺഗ്രസ്സിന് ഒരു തിരിച്ചുവരവ് ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല. അതിശക്തമായിട്ടുള്ള തിരിച്ചുവരവിൻ്റെ ലക്ഷണങ്ങളാണ് 2024 ലോക്സഭാ ഇലക്ഷനിൽ കണ്ടത്. തീർച്ചയായിട്ടും കോൺഗ്രസ് രാജ്യത്ത് വീണ്ടും അധികാരത്തിൽ വരും, വലിയ ജനപിന്തുണയോടെ വരും. സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലൊക്കെ സംഭവിക്കുന്നതൊക്കെ പ്രാദേശികമായിട്ടുള്ള മറ്റ് പല കാരണങ്ങളുണ്ടാകാം. പക്ഷേ ദേശീയ തലത്തിൽ BJPക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ ഇന്ന് കോൺഗ്രസ് അല്ലാതെ മറ്റൊരു ഓപ്ഷനും രാജ്യത്തില്ല. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് രാജ്യത്ത് BJP ഉയർത്തുന്ന ഈ ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള സിസ്റ്റത്തെ പരാജയപ്പെടുത്താൻ ശേഷിയുള്ള രാജ്യത്തെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനം അത് കോൺഗ്രസ്സാണ്. ജനാധിപത്യവാദികൾക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിനൊക്കെ പ്രതീക്ഷയുള്ളത് കോൺഗ്രസ്സിലാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ വാസ്തവത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഒരുമിപ്പിച്ച് നിർത്തിയതും രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തിയതും കോൺഗ്രസ് എന്ന് പറയുന്ന ആ സേഫ്റ്റി വാൾവിലുള്ള ഇന്ത്യൻ ജനതയുടെ പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ഒരു തിരിച്ചുവരവ് ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല. അതിശക്തമായിട്ടുള്ള തിരിച്ചുവരവിൻ്റെ ലക്ഷണങ്ങളാണ് 2024 ലോക്സഭാ ഇലക്ഷനിൽ കണ്ടത്. തീർച്ചയായിട്ടും കോൺഗ്രസ് രാജ്യത്ത് വീണ്ടും അധികാരത്തിൽ വരും, വലിയ ജനപിന്തുണയോടെ വരും. സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലൊക്കെ സംഭവിക്കുന്നതൊക്കെ പ്രാദേശികമായിട്ടുള്ള മറ്റ് പല കാരണങ്ങളുണ്ടാകാം. പക്ഷേ ദേശീയ തലത്തിൽ BJPക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ ഇന്ന് കോൺഗ്രസ് അല്ലാതെ മറ്റൊരു ഓപ്ഷനും രാജ്യത്തില്ല. 2026 സംസ്ഥാനം ഒരു പൊതുതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ യുവാക്കൾക്കുള്ള പ്രാതിനിധ്യം BJP അപേക്ഷിച്ച് കോൺഗ്രസിൽ എങ്ങനെയാണ്? താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ കേരളത്തിലെ ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള യങ് ലീഡർഷിപ്പുള്ള പാർട്ടി കോൺഗ്രസ് അല്ലേ? ലീഡർഷിപ്പ് മാത്രമല്ല, നിങ്ങൾ ഫ്രം എന്താ പറയുക, ഏറ്റവും താഴത്തെ തട്ട് മുതൽ ഏറ്റവും മുകൾ തട്ട് വരെയുള്ള കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലൊക്കെ വളരെ വിസിബിളായിട്ടുള്ള യൂത്തിൻ്റെ പ്രാതിനിധ്യമുണ്ട്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യങ് ലീഡർഷിപ്പുള്ള ഒരു പാർട്ടി കോൺഗ്രസ്സാണ്. അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ അവർ കഴിഞ്ഞ് കുറേ കാലമായെടുത്തിട്ടൊരു എഫേർട്ട് കൊണ്ടാണല്ലോ ഇത്രയും യങ് ലീഡേഴ്സ് വളർന്നു വന്നിട്ടുള്ളത്. അപ്പം അത് മറ്റു പാർട്ടികൾക്ക് കൂടി മാതൃകാപരമായിട്ടുള്ള നിലപാട് അക്കാര്യത്തിൽ കോൺഗ്രസിനുണ്ട്. ഓക്കെ, മല്ലികാർജ്ജുൻ ഖാർഗെയുമായി രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയുള്ള സൂചനകൾ വല്ലതും ഉണ്ടോ? ഇല്ല, അത്തരത്തിൽ ഒന്നുമില്ല. ഞാൻ ഇന്നലെ നമ്മുടെ ബഹുമാനായിട്ടുള്ള KC വേണുഗോപാൽജിയെ കണ്ടിരുന്നു. ദീപാദാസ് മുൻഷിജി, കേരളത്തിൻ്റെ ചാർജുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ കണ്ടിരുന്നു. ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ്, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലാജി, കൊടിക്കുന്നിൽ സുരേഷ് ജി, അങ്ങനെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ പലരെയും കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ പേരെ ഇനിയും കാണാനുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പാർട്ടി പറയുന്നതനുസരിച്ച് ഇവിടെ AICCയുടെ കേരളത്തിൻ്റെ ചാർജുള്ള സെക്രട്ടറി PV മോഹൻജി ഉണ്ട്. അവരുടെയൊക്കെ നിർദ്ദേശാനുസരണം അവർ പറയുന്നതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും.